എന്നെ സംബന്ധിച്ച് ഞാൻ പോളിടെക്നിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് പോളിടെക്നിക്, വനിതാ പോളിടെക്നിക്കിൽ നിന്ന് ഇപ്പോൾ 3 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. മൂത്തവൻ ജോയൽ, രണ്ടാമത്തത് ഇസാക്ക്, മൂന്നാമത്തത് എവിൻ. അങ്ങനെ 3 മക്കളാണ്, 3 ആൺമക്കളാണ്. ഇപ്പോൾ ജോയലിനെ സംബന്ധിച്ച് അവൻ്റെ ദൗത്യം പൂർത്തിയാക്കി അവൻ സ്വർഗത്തിലെത്തിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുക. ഒരു 10 വർഷം മുമ്പ് ഒരു കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അവൻ സ്വർഗത്തിലേക്ക് പോയത്. പക്ഷെ അത് വളരെ സമാധാനപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അതിന് സഹായിച്ചത് നമ്മളെ നവീകരണത്തിലൂടെയും യൂത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടിയ ആ ബോധ്യങ്ങളാണ്. ഞങ്ങൾ ഇതിലൂടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രമാത്രം ദൈവം നമ്മളിൽ, ദൈവത്തിൻ്റെ ആ ബോധ്യങ്ങൾ നമ്മളിൽ നിറച്ചിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചൊക്കെ ഉള്ളൊരു ബോധ്യം ഞങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കിയത്. കാരണം ആ ദിവസം ഞാനിങ്ങനെ ഒന്ന് ഓർക്കുകയായിരുന്നേ. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പം കിടന്നുറങ്ങുന്ന മകനെയാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ അവൻ ഇല്ല. ഒരു ഫോൺ കോളാണ് വരുന്നത്. പെട്ടെന്ന് നമുക്കറിയാം 19 വയസ്സുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണല്ലോ മൂത്ത മക്കൾ എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്കൊരു ഇതുണ്ടാവും. അപ്പം ആ ഒരു അവസ്ഥയിൽ ഇനി അവനില്ല, അവൻ പോയി എന്നും പറഞ്ഞ അവന് കാണാനില്ല എന്നാണ് പറയുന്നത്. ആദ്യം വെള്ളത്തിലാണല്ലോ. അപ്പൊ നമുക്കറിയാലോ അത് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ ഒന്നിച്ച്. അപ്പം അവൻ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ഇവിടുത്തെ 3 സുഹൃത്തുക്കളോടൊപ്പം മഞ്ഞാലിക്കടുത്തുള്ളൊരു ബണ്ടിന്, ഒരു ടെമ്പററി ബണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം മണൽ അടിച്ചാണ് ആ ബണ്ട്. അപ്പോൾ അവനടുത്ത് ഒരു കൂട്ടുകാരൻ അതിൻ്റെ സൈഡിൽ കൂടി നടന്ന് അവൻ വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ അവൻ വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ജോയലിന് മനസ്സിലായി അവൻ്റെ ജീവൻ അപകടത്തിലാണെന്ന്. അങ്ങനെ അവനെ പിടിച്ച് കയറ്റാൻ വേണ്ടി കൈ നീട്ടി എടുത്ത് ചെന്ന്, പക്ഷേ ഇവൻ ആ മണക്കുഴിയിലേക്ക് പോയി. മറ്റവൻ പൊങ്ങി കിടന്നു, കാരണം മണൽക്കുഴിയിലല്ല പോയത്, വെള്ളത്തിലേക്കാണ് പോയത്. ഇവൻ മണക്കുഴിയിലായതുകൊണ്ട് നേരെ താഴേക്ക് പോയി. വേറൊരാൾ വന്ന് ഈ വെള്ളത്തിൽ പോയ ആളെ രക്ഷിച്ചു. ഇവനെ രക്ഷിക്കുന്നതിന് മുമ്പ് ഇവൻ താഴേക്ക് പോയി കഴിഞ്ഞു. 30 അടി താഴ്ചയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും ആ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന ആ വിശ്വാസത്തിൻ്റെയും കർത്താവ് എത്ര കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. കാരണം രാവിലെ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോഴാണ് ഈ ഫോൺ വരുന്നത്. അവൻ ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊണ്ടു. അപ്പോൾ ദൈവം തന്ന് ദൈവം എടുത്തു. ആ ഒരു രീതിയിൽ കർത്താവ് ഞങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചു. അത്രയും 19 വർഷമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവും തിരിച്ചു കൊടുക്കാനും ഒക്കെ സാധിച്ചു. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ജസ്റ്റിൻ രാത്രി രൂപത്തിൻ്റെ നടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ദൈവമേ ഇവൻ്റെ മരണത്തെ സഹിക്കാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് കൃപ നൽകി. അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞത് ഈ ബോഡി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കടലടുത്താണ്, അടിയൊഴുക്ക് ഒത്തിരിയുള്ള ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ പിന്നെ പലതരത്തിലും ഇത് നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം അന്ന് രാത്രി തെരച്ചിൽ നിർത്തി വെച്ചേക്കെയാണ്. അപ്പം ആ രാത്രി എന്ന് പറയണത് ഇനി അവനെ കിട്ടുമോ ഇല്ലേന്ന് ഒരു സന്ദേഹവുമായിട്ടാണ് ജസ്റ്റിൻ തിരിച്ചു വന്നിട്ട് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനും അപ്പോൾ ആമേൻ പറഞ്ഞു. കാരണം നാളെ അവൻ്റെ ബോഡി കിട്ടിയില്ലെങ്കിലും അതും സ്വീകരിക്കാനുള്ള കൃപ തരണേന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത്. നമ്മുടെ ഒരു യോഗ്യതയല്ല, മറിച്ച് നമ്മളില് ദൈവം ചൊരിഞ്ഞ കൃപയാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ആ രാത്രി തിരിച്ചറിഞ്ഞത് ദൈവത്തിന്റെ ഒരു വചനമാണ്. അതായത് ഞാൻ നൽകുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. കാരണം ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റി. ഇന്നും അവൻ്റെ മരണത്തെക്കുറിച്ച് ഇരിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ കണ്ണിൽ വെള്ളം വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഏത് വീട്ടിൽ ഒരു മരണ വീട്ടിൽ ചെന്നാൽ അപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു ഒഴുകും. അത്രമാത്രം പെട്ടെന്ന് ഞാൻ നെർവസ് ആകുന്ന ആളാണ്. പക്ഷേ അവൻ്റേത് മരണം എന്നെ സംബന്ധിച്ച് വലിയൊരു ദൈവകൃപയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് കർത്താവ് നമുക്ക് വിവാഹ ജീവിതത്തിൽ 3 പേരെ തന്നുകൊണ്ട് അവരെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചത്. അതിൽ 3-1 തീർന്നു. അപ്പം ഞങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ശരിക്കും. ഇനി 2 പേരെയും കൂടി എത്തിച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും അറിയാം, ഞങ്ങൾക്ക് ലോകത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് വിഷമവും വേദനയൊക്കെ ഉണ്ട്, ചിലപ്പോഴൊക്കെ നമുക്ക് ഇത് ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് ആയിരിക്കാൻ പറ്റുന്നുണ്ട്. അതൊരിക്കലും നമ്മളെ കീഴ്പ്പെടുത്തുന്നില്ല. എപ്പോഴും അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ മരണത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ പോലും ഒരിക്കലും നമ്മുടെ കണ്ണ് നിറയാറില്ല. അത് ദൈവത്തിന് വലിയ കൃപയാണ്. കാരണം അവൻ ഈശോയുടെ അടുത്ത് എത്തി എന്നല്ല, കാരണം സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് കർത്താവിൻ്റെ ഒരു വചനം ഉണ്ടല്ലോ. അവൻ അത് കാത്താണല്ലോ
അവൻ്റെ ജീവൻ കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ നിരവധിയായ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചിട്ടുണ്ടാവുന്നും അവനിപ്പോൾ ഈശോയുടെ കൈകളിൽ ഉണ്ട്, തമ്പുരാൻ്റെ അടുത്തുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം, അതാണ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു സമാധാനം. മറ്റെന്തൊക്കെ നേടിയാലും, ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ട അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 19 വർഷം അവനെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യമാണത്. എങ്കിലും അതിനേക്കാൾ ഉപരി കർത്താവാണ് അവനെ തിരികെ എടുത്തേക്കുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. അത് അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുള്ളൂ. അത് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുന്നുണ്ട്. കാരണം അതിലൂടെ നമ്മൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി, ആഴത്തിൽ മനസ്സിലാക്കി. കാരണം നമ്മൾ ഈ കാണുന്ന സ്വപ്നം ഒന്നും അല്ല. അതുമാത്രമല്ല, പൈസ ആയാലും അധികാരമായാലും കസേര ആയാലും ഇതൊക്കെ ശാശ്വതമല്ല, വളരെ ഒരു നൈമിഷികം. എല്ലാം അതെ, സൗന്ദര്യമാണെങ്കിലും ഇതൊക്കെ ഏത് നിമിഷവും പോകാവുന്നേ ഉള്ളൂ. ആകെ ഉള്ളത് നമുക്ക് അവിടെ സ്ഥാനം ഉണ്ടോ എന്നുള്ളതേ ഉള്ളൂ. അല്ല, സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ച് അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു. അവന് MLA അവാർഡ് കിട്ടിയത് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ അവന് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും, ബ്രാൻഡഡ് ആയിട്ടുള്ള അവൻ്റെ പല കാര്യങ്ങളും, അവന് വിലപ്പെട്ടെന്ന് അവൻ കരുതിയ പല സാധനങ്ങളും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവൻ കൂടെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഇനി മൂത്തവനായതുകൊണ്ട് തന്നെ പലപ്പോഴും ക്ഷമിക്കുന്നതും വിട്ടുകൊടുക്കുന്നതും ഒക്കെ അവനാണ്. അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് വ്യക്തിപരമായി 2 വർഷം ഒരുങ്ങിയാണ് അവൻ പോയത്. ഇങ്ങനെ ചെയ്ത പോയത്. അപ്പൊ ഈ സുഹൃത്തുക്കളൊക്കെ അവൻ എന്തായാലും നിക്ഷേപമായിട്ട് സ്വർഗത്തിലുണ്ട്. അവന്റെ മരണശേഷം ആ ബുക്ക് അവൻ എഴുതി വെച്ച ആ ബുക്കുണ്ട്, അത് നമ്മൾ കണ്ടപ്പോൾ അതിലൂടെ ഞങ്ങളൊരു ഈ ആദ്യ കുർബാന സ്വീകരണത്തിനോട് ഒരുങ്ങാനുള്ള ഒരു ബുക്കും ഞങ്ങൾ പ്രിപ്പയർ ചെയ്തായിരുന്നു. പല പള്ളികളിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഈ അനുഭവം പറഞ്ഞു കൊടുത്തേ. അപ്പോൾ അത് പലർക്കും അതൊരു വലിയൊരു പ്രചോദനമായെന്ന് നമ്മൾ പിന്നീട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ, മാതാപിതാക്കളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട്.